आठवीं जमात को सभी साथियों का मेरा सलाम. आप कैसे हैं बच्चों? സുഖമാണോ എല്ലാവർക്കും? സുഖമാണല്ലേ? ओके, अब हम हमारा पहला यूनिट देखें. आदित्य यूनिट നോക്കാം. देखिए, पहला यूनिट का नाम क्या है? हाँ, देश की धड़क है. देश की धड़क. क्या है देश और हमारा देश का नाम क्या है? देश, देशम, ले. हमारा देश हिंदुस्तान है. हम सब जानते हैं कि हमारा देश हिंदुस्तान है. देश की धड़क का मानी है ദേശത്തിൻ്റെ സ്പന്ദനം. ദേശത്തിൻ്റെ സ്പന്ദനം. अब ये देखिए बच्चे, यहाँ क्या देखते हैं आप? हाँ, ये हिंदुस्तान है और ये हमारा तिरंगा झंडा है और ये हमारा अशोक चक्र है. और ये लोग कौन है बच्चे? हाँ, ये हमारे कौमी ലീഡറും है അല്ലേ? നമ്മുടെ നാഷണൽ ലീഡേഴ്സാണ് ഇവർ. ഗാന്ധിജി, നേതാജി, ചാച്ചാജി, ഇക്ബാൽ, अबुल कलाम आज़ाद, बाल गंगाधर तिलक, सरोजिनी नायडू, ये सब हमारे कौमी लीडरों हैं. वो सब हमारी हिंदुस्तान की आज़ादी और हिंदुस्तान के तरक्की के लिए अपनी जान और ज़िंदगी कुर्बान कर दी गई अहम अहम ലീഡറും है അല്ലേ? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കുമായി സ്വന്തം ജീവിതവും ജീവനവുമൊക്കെ ത്യജിച്ചിട്ടുള്ള ലീഡേഴ്സാണ് ഇവരെല്ലാവരും അല്ലേ? മഹാത്മാഗാന്ധിജിയുടെ ഡു ഓർ ഡൈ, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള മഹത് വചനങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ചെറിയ ക്ലാസ്സുകളിലും ഇപ്പോഴും ഒക്കെ പഠിക്കുന്നുണ്ട്. സോഷ്യലിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യൻ ചരിത്രം, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം. അതുപോലെ ഉറുദു പഠിക്കുന്ന നമുക്ക് ദേശസ്നേഹം എന്ന് പറയുന്ന സമയത്ത് ഓർമ്മ വരുന്ന ഒരു മുഖമാണ് നമ്മുടെ ഇഖ്ബാൽ. ഇഖ്ബാലിൻ്റെ സാരേ ജഹാ സേ അച്ച ഹിന്ദു സിതാ ഹമാര നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ട് അല്ലേ? ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനും നമ്മളെല്ലാവരും പാടാറുമുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ അല്ലാമ ഇഖ്ബാലിൻ്റെ സാരേ ജഹാ സേ അച്ച ഒന്ന് മൂളി നോക്കിയാലോ? നോക്കാം അല്ലേ? सारे जहाँ से अच्छा हिंदुस्ता हमारा, हम बुलबुले हैं इसकी, ये गुलसिता हमारा. അല്ലേ? എന്താ ഇതിൽ പറയുന്നത്? നമ്മുടെ സർവ്വദേശത്തെക്കാളും എനിക്കുത്തമമാണ് എൻ്റെ ഭാരതം. ഇന്ത്യ എന്ന പൂന്തോപ്പിൽ പാറിപ്പറന്ന് നടക്കുന്ന വാനമ്പാടികളാണ് നാം ഓരോരുത്തരും അല്ലേ? ഇതിൽ നിന്ന് ഇഖ്ബാലിൻ്റെ ദേശസ്നേഹം എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമാണ് അല്ലേ? അല്ലാമ ഇഖ്ബാലിനെ പോലെ ഒരുപാട് കവികൾ ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ രചിച്ചുകൊണ്ട് ഉറുദുവിൻ്റെ കാവ്യലോകത്തെ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് നമുക്കറിയാം ഹിന്ദുസ്ഥാനെ കുറിച്ചാണെന്നല്ലേ? ദേശസ്നേഹം അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാം. ഇതിൽ മുഹ്സിൻ നഖ്വി എന്ന കവിയുടെ 2 വരികളാണ് ആദ്യമായി നൽകിയിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. മേരെ വതൻ കി മിട്ടി ഹേ ഇക് അൻമോൽ ഖസാന, യഹി മേരി ജാഗീർ ഹേ യഹി മേരാ അഫ്സാന. ഇതിലെന്താ പറയുന്നത്? എൻ്റെ മുൽക്ക് അല്ലെങ്കിൽ എൻ്റെ വതൻ, എൻ്റെ രാജ്യത്തെ ഓരോ മണൽത്തരിയും അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തെ മണ്ണ് എനിക്ക് വിലമതിക്കാനാവാത്ത നിധിയാണ്. ഇതാണ് എൻ്റെ ജാഗീർ. ഈ ജാഗീർ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശമായി ലഭിച്ച ഭൂമി എന്നാണ്. എന്ന് വെച്ചാൽ തനിക്ക് അവകാശപ്പെട്ട ഭൂമി അതിൽ വേറെ ആർക്കും പങ്കില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് അവകാശപ്പെട്ട ഭൂമി. യഹി മേര അഫ്സാന, ഇതാണെൻ്റെ അഫ്സാനയും. ഇതിലും ഇഖ്ബാലിനെ പോലെ തന്നെ മുഹ്സിൻ നഖ്വി തൻ്റെ ദേശസ്നേഹത്തെ വളരെ വിശദമായി അല്ലെങ്കിൽ വളരെ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. ഉറുദു പഠിക്കുന്ന നാം ഓരോരുത്തരും
ദേശസ്നേഹം നമ്മുടെ ഉള്ളുകളിലും നിറക്കേണ്ടതുണ്ട്. ദേശസ്നേഹം എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളിൽ എത്ര പേർ നമ്മുടെ ഓഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ദിനത്തിൻ്റെയും അന്നൊക്കെ സ്കൂളുകളിൽ എത്താറുണ്ട്? പോകാറുണ്ടോ? പലരും പോകാറില്ല അല്ലേ? ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ 1000 പേരുണ്ടെങ്കിൽ വെറും 100 പേരായിരിക്കും അന്നത്തെ ദിവസം സ്കൂളിൽ ഹാജരാവുന്നത്. അതും മിഠായി കിട്ടുമെന്ന് ആ ഒരു പ്രതീക്ഷയിലും അതുപോലെ തന്നെ അവരെ പരിപാടിക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ള പേരിലുമൊക്കെ ആയിരിക്കും അവരന്ന് പങ്കെടുക്കുക. ബാക്കിയുള്ളവരെല്ലാം അന്നത്തെ ദിവസം സുഖമായി വീട്ടിൽ പുതപ്പ് പുതച്ച് കിടന്ന് അവധി ആഘോഷിക്കും. ശരിയാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ശരിയാണോ നമ്മൾ ചെയ്യുന്നത്? ഇത്രയും ലീഡേഴ്സ് അല്ലെങ്കിൽ ഇത്രയും മഹാന്മാർ അവരുടെ ജീവനും ജീവിതവും ത്യജിച്ചതിന് എന്ത് വിലയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്? ശരിക്കും നമ്മുടെ ഉള്ളുകളിൽ ദേശസ്നേഹമുണ്ടോ? ഇല്ല എന്നുള്ള മറുപടിയായിരിക്കും നമുക്ക് പറയാൻ കഴിയുക. ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും സ്വാതന്ത്ര്യദിനവും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനവും ഒക്കെ വരുന്നുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കണം. നമ്മുടേതായ പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്തണം. അതുമാത്രമല്ല, ദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയും വേണം. നമുക്കിനി നമ്മുടെ പാഠഭാഗം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഇക്ക് നയി ദുനിയ ബനായേ, ഒരു പുതിയ ലോകം നിർമ്മിക്കാം. ഹിന്ദുസ്ഥാൻ കെ ലോഗ് ആപ്പസ് മേ മിൽ ജുൽ കർ രഹത്തെ ഹെ, ഇന്ത്യയിലെ ജനങ്ങൾ പരസ്പരം ഐക്യത്തോടുകൂടെ ജീവിക്കുന്നു. മുൽക്ക് കി തർക്കി മേ ഉൻക അഹം റോൾ ഹോത്താ ഹെ, രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അവരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്നെ വതൻ മേ സുകൂൻ കി ജിന്ദഗി ഗുസാർനെ കെ ലിയെ ഹം ക്യാ ക്യാ കർ സക്തേ ഹെ, നമ്മുടെ രാജ്യത്ത് സമാധാനപരമായ ജീവിതം നയിക്കാനായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ചോദ്യം നോക്കിയോ? എന്തൊക്കെ കാര്യങ്ങൾ സമാധാനപരമായ ജീവിതം നയിക്കാനായി ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സമാധാനമില്ലേ? സമാധാനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അല്ലേ? അടുത്തിടെ നടക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ഇന്ത്യയിൽ സമാധാനവും അഭിവൃദ്ധിയുമൊക്കെ കുറവാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ? ഈ ന്യൂസ് ഹെഡ്ലൈൻസ് ഒന്ന് വായിച്ചാലോ? മണിപ്പൂർ കലാപം ഇന്ന് സുപ്രീം കോടതിയിൽ, ദുരഭിമാനക്കൊല എന്ന് കോടതി, എക്സ്ട്രീം പോവർട്ടി റേറ്റ് ഡ്രോപ്സ് ടു 5.3% ഫ്രം 27.1% ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തൊഴിലെവിടെ? ഇതൊക്കെ പ്രധാനപ്പെട്ട കുറേ ന്യൂസുകളാണ്. കലാപവും ദുരഭിമാനക്കൊലയും അതുപോലെ തന്നെ ഇത്ര കാലമായിട്ടും ഇന്ത്യയിൽ ഇന്നും പോവർട്ടി അഥവാ ദാരിദ്ര്യം ഉണ്ട് എന്നതാണ് സത്യം. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞവർക്കും തൊഴിലില്ലാത്ത അവസ്ഥകളും നമ്മുടെ ഇന്ത്യയിൽ ഇന്നും കാണപ്പെടുന്നു. ഈ കണ്ട പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അറുതി വരുത്തണമെങ്കിൽ വളർന്നു വരുന്ന നാം മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് വജാഹത്ത് അലി സിന്ദേൽവിയുടെ ഒരു പദ്യമാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ ഒരു ലോകം നിർമ്മിക്കാനായി, അല്ലെങ്കിൽ ഇവിടെയുള്ള പഴയ കുറേ ചിന്താഗതികളും ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ തച്ചുടച്ചുകൊണ്ട് പുതിയ ഒരു ഇന്ത്യയെ വാർത്തെടുക്കാനായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് ചൊല്ലി നോക്കാം അല്ലേ? ആവോ ഇക് ദുനിയ ബനായേ ഹം നയി, जिसमें है आसूदगी और दिलकशी, बाइयों की तरह सब मिलकर रहे, इख्तिराम एक दूसरे का हम करें, नफरतों से पाक हो अपनी ज़मीन, हो रवादारी का मुसलक हर कहे, साफ दिल और बेतअस्सुब हम दिमाग
मेहर व उल्फत की जले हर सौ चिरा हम औरी भी ओ जहालत से लड़े रास्तों पर हम तरक्की के बढ़े इल्म व हुक्मत की जलाकर मशअले सर करे हम मंजिलों पर मंजिलें हर कोई हो शादमान व कामराम खुश दिली की हो ബഹാറെ ബേഖസാം. ആരുടെ കവിതയാണ്? വജാഹത്ത് അലി സിന്ദേൽവിയുടെ കവിതയാണല്ലേ. വജാഹത്ത് അലി സിന്ദേൽവിയെക്കുറിച്ച് കുറേ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഉറുദു ഷായിറുമാണ്, അതുപോലെ തന്നെ ഒരു നസർ നിഗാറുമാണ് അഥവാ ഗദ്യരചയിതാവുമാണ്. അദ്ദേഹം മാർച്ച് 1 അല്ലെങ്കിൽ മാർച്ച് 1 1916 ഭോപ്പാലിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറേ കൃതികൾ, പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റക്കസേ തമാശായി, നിഷാത്തെ ഗാലിബ്, പർവാസ്, ഇതൊക്കെ. പിന്നെ അദ്ദേഹം ഒക്ടോബർ 9 1996 ലക്നൗവിലാണ് അന്തരിച്ചത്. ഇനി അദ്ദേഹം തൻ്റെ കവിതയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എന്ത് ആശയമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്നൊന്ന് നോക്കാം. നോക്കൂ. ആവോ ഇക് ദുനിയ ബനായി ഹം നയി ജിസ്മേ ഹോ ആസൂദഗി ഓർ ദിൽകശി. ആസൂദഗിയും ദിൽകശിയുമൊക്കെയുള്ള അഥവാ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ആകർഷണീയതയുമൊക്കെയുള്ള പുതിയ ഒരു ലോകം നമുക്ക് നിർമ്മിക്കാം. ബായിയോം കി തര സബ് മിൽക്കർ രഹേ ഇഹ്തിറാം ഇക് ദൂസരെ കാ ഹം കരേ. പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് സഹോദരന്മാരെ പോലെ ഇവിടെ ജീവിക്കാം. നഫ്രത്തോം സേ പാക്ക് ഹോ അപ്നി ജമീൻ ഹോ റവാദാരി കാ മുസ്ലക് ഹോ മുസ്ലക് ഹർ കഹേ. എന്നുവെച്ചാൽ നമ്മുടെ ഭൂമിയെ നമുക്ക് വെറുപ്പിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് സഹിഷ്ണുത നമുക്ക് എല്ലാവിടെയും വ്യാപിപ്പിക്കാം. സാഫ് ദിൽ ഓർ ബേതഅസ്സുബ് ഹും ദിമാഗ് മെഹർ വ ഉൽഫത്ത് കെ ജലേ ഹർ സൗ ചിറാ. നമ്മുടെ മനസ്സ്, ശുദ്ധമായ മനസ്സും അതുപോലെ തന്നെ നിഷ്പക്ഷമായ ചിന്താഗതിയും കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ സ്നേഹത്തിൻ്റെയും ദയയുടെയും ഒക്കെ 100 ദീപങ്ങൾ തെളിയിക്കാം. ഹം ഒരീ ബി ഓർ ജഹാലത് സേ ലഡേ രാസ്തോം പർ ഹം തർക്കി കെ ബഡേ. പട്ടിണി അതുപോലെ തന്നെ വിവരമില്ലായ്മ അല്ലെങ്കിൽ മൂഢത, അതിനെതിരായി നമുക്ക് പോരാടാം. എന്നിട്ടോ വികസനത്തിൻ്റെ പാതയിലൂടെ നമുക്ക് മുന്നേറാം. ഇൽമ വ ഹുക്മത് കി ജലാക്കർ മഷ്അലെ സർ കരേ ഹം മൻസിലോം പർ മൻസിലേ. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് നമുക്ക് വിജയിച്ച് മുന്നേറാം. ഹർ കോയി ഹോ ഷാദ്മാൻ വ കാമറാം ഖുഷ് ദിലി കി ഹോ ബഹാറെ ബേഖസാം. അതായത് എല്ലാവരുടെയും മനസ്സുകളിൽ സന്തോഷത്തിൻ്റെ നിത്യവസന്തമുണ്ടാവട്ടെ. എല്ലാവരും വിജയികളും സന്തോഷമുള്ളവരുമായി മാറട്ടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വെറുപ്പും വിദ്വേഷവും മാറ്റി വെച്ചുകൊണ്ട് അവിടെ സ്നേഹവും ഐക്യവും ഒരുമയുമെല്ലാം നിറയ്ക്കുക. പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. സാഹോദര്യ സ്നേഹത്തോടുകൂടെ ജീവിക്കുക. നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരായി നമ്മൾ പോരാടുക. വികസനത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ വഴിമാറുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയും മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എല്ലാവരും അസൂയയോടുകൂടിയും നോക്കുന്ന അല്ലെങ്കിൽ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു നല്ല ഒരു വത്വനായി മാറും. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പോരാടാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരേക്കും ശുക്രിയ.